ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇല്ലാത്ത, ഒരിക്കലും കിട്ടാത്ത ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജഡ്ജസിനും അവിടെ നിൽക്കുന്ന അവതാരകയ്ക്കും അതുപോലെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റിനും മനസ്സിലായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി. എല്ലാവരും കളിയാക്കി ചിരിക്കുന്ന ആ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ വളരെ വ്യക്തമായിട്ട് കേൾക്കാം. എന്നാലും പൂജ ഈ സെർച്ച് തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നടന്ന ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 40 കണ്ടസ്റ്റൻസ് ആണുള്ളത്. ആദ്യത്തെ ടാസ്ക് നടക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് റെനീഷ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ടാസ്ക് ആണ്. 40 പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ടാസ്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ 20 പേരെ ഡയറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യും. 20 പേര് മാത്രം അകത്തേക്ക് പോകുകയുള്ളൂ. ഇനി ടാസ്ക് പറയാം. 20 ലോക്കുകളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 20 താക്കോലുകളുണ്ട്. പിന്നെ ഒരുപാട് ഡമ്മി താക്കോലുകളുണ്ട്. ഈ 20 താക്കോലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കീ ചെയിനിൽ ഒരു ക്വസ്റ്റിനും ഒരു ആൻസറും ഉണ്ടാവും. ഒരു ചോദ്യവും അതിനുള്ള ഒരു ഉത്തരവും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു താക്കോലാണ്. വേറെയും ഒരുപാട് താക്കോലുകളുണ്ട്. പക്ഷേ അതിൽ ഈ ചോദ്യവും ഉത്തരവും അതിൻ്റെ കീ ചെയിനിലുണ്ടാകില്ല. എംപ്റ്റി ആയിരിക്കും, പ്ലെയിൻ ആയിരിക്കും. ഇനിയാണ് രസകരമായിട്ടുള്ള ഈ ടാസ്കിൽ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റ്. 19 പേർക്കും ലോക്ക് തുറക്കാൻ പറ്റി. ഇനി 20ാമത്തെ അവസാനത്തെ ആളാണ്. ആൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് താക്കോല് ഇട്ടിട്ട് തുറക്കാനായിട്ട്. അതുപോലെ വേറെ ഒരുപാട് ഡമ്മി താക്കോലുകളുണ്ടല്ലോ. ഒരുപാട് പേര് അറ്റ് ദ സെയിം ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് ആ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഈ ഒറിജിനൽ ക്ലൂവോട് കൂടിയിട്ടുള്ള ഈ താക്കോല് കിട്ടിയിരിക്കുന്നത് പൂജയുടെ കയ്യിലാണ്. പൂജ ഒരു വീട്ടമ്മയാണ്. എല്ലാ സീസണും കണ്ട് ബിഗ് ബോസിൽ അരച്ച് കലക്കി കുടിച്ചു വന്നിട്ടുള്ള ആളാണ്. പക്ഷേ ആളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ താക്കോലെടുത്ത് അവിടെ നിൽക്കുന്ന വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് ട്രൈ ചെയ്യാൻ പറയുകയാണ്. പിന്നീട് പൂജക്ക് താക്കോല് തിരിച്ച് കിട്ടിയില്ല. പൂജ പിന്നെ റിനീഷയോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ താക്കോലെടുത്തു, എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ വിചാരിച്ച് എനിക്ക് തിരിച്ചു തരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താക്കോല് കൊടുത്തത്. ഞാൻ ഇവിടം വരെ വന്നതല്ലേ, ഞാനിനി തിരിച്ചു പോകില്ല, ഇത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാൻഡിലായി പൂജ. റിനീഷ അവനോട് ചോദിക്കുന്നുണ്ട്, ആ കണ്ടസ്റ്റൻറ്റിനോട്. അപ്പോൾ ആ കണ്ടസ്റ്റൻറ്റ് പറയുന്നുണ്ട്, ഇതെൻ്റെ കയ്യിലുള്ള താക്കോലാണെന്ന് പറയുന്നുണ്ട്. ഉടനെ റിനീഷ പൂജയോട് പറയുന്നുണ്ട്, പകുതി ഭാഗം കയ്യിലുണ്ടല്ലോ, ഇനി ആ താക്കോല്, ഇവിടെ ഒരുപാട് താക്കോല് കിടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 100-200 ഡമ്മി താക്കോലുകൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ താക്കോല്. അതെടുത്ത് നിങ്ങൾ പൂട്ട് തുറന്നു നോക്കൂ. പക്ഷേ പൂജക്കറിയാൻ വ്യക്തമായിട്ട് ഇത് തൻ്റെ സഹ കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിലാണ് ഈ താക്കോലെന്ന്. പക്ഷേ പൂജ ഒരു മടിയും കൂടാതെ അവിടെ നിലത്ത് കിടക്കുന്ന താക്കോലുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ തുറക്കാൻ നോക്കുകയാണ്. പൂട്ടെങ്ങനെ തുറക്കാനായിട്ടാണ്? കാരണം ആ ഒറിജിനൽ താക്കോല് വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിലാണ്. പക്ഷേ എന്നാലും പൂജ ഒരു മടിയും കൂടാതെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരമായത്. ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇല്ലാത്ത, ഒരിക്കലും കിട്ടാത്ത ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഈ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജഡ്ജസിനും അവിടെ നിൽക്കുന്ന അവതാരകയ്ക്കും അതുപോലെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റിനും മനസ്സിലായി.